നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സാധാരണ ഡെലിവറി അടുക്കാറാകുമ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ഒരു പ്രധാന സംശയമാണ് എങ്ങനെയാണ് ഈ ലേബർ പെയിൻ തിരിച്ചറിയുക. സാധാരണ നമുക്കറിയാം ഡേറ്റ് അടുക്കാറാകുമ്പോൾ ഒരു ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ നമ്മൾ പറയും. സാധാരണ യൂട്രസിൻ്റെ ഒരു കൺട്രാക്ഷൻ ആ സമയത്തുണ്ടാകും, പക്ഷേ വേദന ഉണ്ടാവണമെന്നില്ല. ഡേറ്റ് എടുക്കാറാകുമ്പോൾ ഇത് വളരെ ഫ്രീക്വൻ്റായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെ ഇത് ട്രൂ ലേബർ പെയിനുമായിട്ട് തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ ഇറഗുലർ ആയിരിക്കാം. അത് ചിലപ്പോൾ അവരൽപ്പം റെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പൊസിഷൻ ഒന്ന് മാറ്റുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഈ വേദനയ്ക്ക് ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ കുറയും. ഈ യൂട്രസിൻ്റെ മസിലിൻ്റെ ഈ കൺട്രാക്ഷൻ മൂലം, ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ മൂലമുള്ള ഒരു ചേഞ്ച് യൂട്രസിൻ്റെ നെക്കിലേക്ക് വരാറില്ല. അത് ട്രൂ ലേബർ പെയിൻ വരുമ്പോൾ മാത്രമേ ആ പെയിൻ ഈ യൂട്രസിൻ്റെ നെക്ക് ഷോർട്ടാവാനും അത് സോഫ്റ്റ് ആവാനും ഡയലേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന കൺട്രാക്ഷൻ ട്രൂ ലേബർ പെയിൻ കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ പറയും ഈ സ്റ്റേജ് 1, പല സ്റ്റേജസ് ഓഫ് ലേബർ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ സ്റ്റേജ് 1 എന്ന് നമ്മൾ പറയുന്നത് ട്രൂ ആയിട്ടുള്ള ഈ ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 സെൻറ്റിമീറ്ററോളം സർവിക്സ് ഓപ്പൺ ആവുന്ന ആ സ്റ്റേജാണ് സ്റ്റേജ് 1. പിന്നെ സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഈ സർവിക്സ് 10 സെൻറ്റിമീറ്റർ ഓപ്പൺ ആയിട്ട് ആ ബേബിയുടെ ഡെലിവറി വരെയുള്ള സമയമാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ബേബിയെ ഡെലിവറി കഴിഞ്ഞിട്ട് പ്ലാസൻ്റ എക്സ്പെൽ ചെയ്യുന്ന വരെയുള്ള ആ സമയമാണ് സ്റ്റേജ് 3. ഇന്ന് നമ്മളിവിടെ ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് സ്റ്റേജ് 1 ഓഫ് ലേബറാണ്. നമ്മൾ പറഞ്ഞു ട്രൂ ലേബർ പെയിൻ എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് റെഗുലറായിട്ട് വരും. സാധാരണ ഈ തുടക്കത്തിൽ ഒരു ലേറ്റൻ ഫേസ് ഓഫ് ലേബർ ഉണ്ട്, അല്പം ഇറഗുലറായിട്ടുള്ള പെയിൻ. അപ്പോൾ വീട്ടിൽ തന്നെ അവർക്ക് ചെറിയ പെയിനാണ്, പക്ഷേ അത് റെഗുലറായിട്ട് വരുന്നില്ല. ചിലപ്പോൾ 10 സെക്കൻഡ് നിൽക്കും, ചിലപ്പോൾ 20 സെക്കൻഡ് നിൽക്കും, അങ്ങനെ മാറി നിൽക്കുന്ന പെയിൻ. ആ സമയം ചിലപ്പോൾ ചില അവേഴ്സ് ടു ഡേയ്സ് വരെയും നീണ്ടു നിൽക്കാം. അപ്പോൾ ഈ ലേറ്റൻ ഫേസ് ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ അതർക്ക് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ വരണമെന്നില്ല. വീട്ടിലിരുന്ന് തന്നെ ഈ ചെറിയ വേദനയാണെങ്കിൽ അവർക്ക് അവരുടെ കെയർ ടേക്കറിനോട്, അവരുടെ ആ ഹെൽത്ത് പ്രൊവൈഡറിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇവരുടെ ആ വേദന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പെയിൻ അല്ല എങ്കിൽ, ചെറിയ ചെറിയ ഡിസ്കംഫർട്ട് ഉള്ളെങ്കിൽ വീട്ടിൽ തന്നെ റിലാക്സ് ചെയ്യാം. നമ്മൾ പറയും അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്, റിലാക്സേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം. അതുപോലെ ചിലർക്കൊന്ന് വോക്ക് അറൗണ്ട് കുറച്ചൊരു ബെനിഫിഷ്യലായിരിക്കും. അതുപോലെ ഷവർ, നമുക്കറിയാം വാട്ടർ ഒരു നല്ല റിലാക്സേഷൻ മീഡിയമാണ്. അതുകൊണ്ടാണ് ഈ വാട്ടർ ബേർത്തൊക്കെ പലരും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വാട്ടർ അങ്ങനെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും വെറുതെ ഷവറിൻ്റെ അടിയിൽ നിന്നാൽ തന്നെ ഒരു നല്ല റിലാക്സേഷനായിരിക്കും. അപ്പം ഈ ഇറഗുലറായിട്ടുള്ള ഈ പെയിൻ അത് എപ്പോഴാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള ഇറഗുലർ പെയിൻ, ഈ ലേറ്റൻ ഫേസ് ഓഫ് ലേബർ ആണെങ്കിൽ നമ്മളെപ്പോഴാണ് ഒരു ഹെൽപ്പ് ആവശ്യപ്പെടേണ്ടത്, എപ്പോഴാണ് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ചോദിച്ചാൽ, ഓൾമോസ്റ്റ് റെഗുലറായിട്ടുള്ള കൺട്രാക്ഷൻ വരിക, അത് ഒരു 5 to 7 മിനിറ്റ്സിലൊക്കെ തന്നെ അടുപ്പിച്ച് തന്നെ വേദന വന്ന് തുടങ്ങുക. നമുക്ക് അത് നമ്മളുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് ഒരുവിധം ഞങ്ങൾ സാധാരണ പേഷ്യൻസിനോട് പറയുക, ഒരു 10 മിനിറ്റിലെങ്കിലും അടുപ്പിച്ച് പെയിൻ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. അതായത് റെഗുലർ പെയിനാണ്, നമുക്ക് വയറ് ഹാർഡാവുന്ന ആ സമയത്ത് തന്നെ വേദന തോന്നുക. അപ്പോൾ അത് എത്ര സമയം നിൽക്കുന്നുവെന്ന് നമുക്കൊരു ക്ലോക്കിൽ നോക്കാം. അത് തീർന്നു കഴിഞ്ഞ് അടുത്ത കൺട്രാക്ഷൻ, അതുപോലെ തന്നെ വേദനയോടുകൂടി ഈ വയറ് കട്ടിയാവുന്ന അവസ്ഥ, അത് പിന്നെ എത്ര ഇൻ്റർവെല്ലിലാണ് പിന്നെയും ഉണ്ടാകുക എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു മിനിമം ഒരു 7 to 10 മിനിറ്റ്സിനകത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്നതാണ് നല്ലത്. അതുപോലെ ഇത് ഒരു 20 to 30 സെക്കൻഡ്സ് എങ്കിലും ഈ പെയിൻ നിൽക്കുന്നുണ്ടെങ്കിലും അത് ട്രൂ ലേബർ പെയിൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൂടി വരികയാണ്. ആ ഡ്യൂറേഷൻ, അതായത് അതിൻ്റെ ആ ഇൻ്റർവെല്ല് കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഗർഭിണി ട്രൂ ലേബറിലേക്ക് പോവുകയാണെന്നതാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഹോസ്പിറ്റലിൽ വരാം. അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് വെള്ളം പോകുമ്പോൾ പ്രത്യേകിച്ച് മെക്കോണിയം പോലത്തെ, അതായത് കുഞ്ഞിൻ്റെ മോഷൻ വയറ്റിൽ വെച്ച് തന്നെ പോകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മെക്കോണിയം സ്റ്റെയിനിങ് ഓഫ് ലൈക്കർ എന്ന് പറയുക. അപ്പോൾ ഈ മെക്കോണിയം പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു എമർജൻസിയാണ്. വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം.
മെക്കോണിയം വളരെ ലൈറ്റ് മെക്കോണിയം ചിലപ്പോൾ നോർമലായിട്ട് കാണാം. എന്നാലും മെക്കോണിയം യൂഷ്വലി കുഞ്ഞിന് ഒരു ഡിസ്ട്രസ് ഉണ്ട് എന്നാണ് സാധാരണ മെക്കോണിയം കാണിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരവസ്ഥ, ഒരു ഗ്രീൻ കളറുള്ള ഫ്ലൂയിഡാണ് ഈ മെക്കോണിയം വരുമ്പോൾ പുറത്തേക്ക് വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരണം. പിന്നെ അതുപോലെ വെള്ളം ലീക്ക് ആവുകയൊക്കെ ചെയ്ത് നമ്മളധികം എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ പ്രത്യേകം പറയും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹെഡ് ഫിക്സ്ഡ് അല്ല എങ്കിൽ ഈ ഇതിനിടയ്ക്കുള്ള കോഡൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരേണ്ടതാണ്. പിന്നെ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ അനക്കം കുറവാണെന്ന് തോന്നുന്ന അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റേജ് 1 ഓഫ് ലേബറാണ് ഈ ലേബറിൻ്റെ എല്ലാ സ്റ്റേജിനും ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള സ്റ്റേജ്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ ഡോക്ടർ തീർച്ചയായിട്ടും ഒന്ന് അവരെ കെയർ ചെയ്യുന്ന ആ സ്റ്റാഫ് തീർച്ചയായിട്ടും അവരുടെ പൾസ്, BP, ടെമ്പറേച്ചർ ഇതൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ അവരുടെ റെക്കോർഡ്സ് എല്ലാം, സാധാരണ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ്സ് എല്ലാം നമ്മൾ അസസ് ചെയ്തിട്ട് ഹിസ്റ്ററി, റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഡോക്ടർ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും വജൈനൽ എക്സാമിനേഷൻ, ഒരു ഉള്ളു പരിശോധിക്കും. ഉള്ളു പരിശോധിക്കുമ്പോൾ എന്തുമാത്രം യൂട്രസ് വികസിച്ചിട്ടുണ്ട്, യൂട്രസിൻ്റെ നെക്ക് എത്രമാത്രം വികസിച്ചിട്ടുണ്ട്, എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ട്, ഏകദേശം എത്ര സമയം കൊണ്ട് ഏകദേശം ഡെലിവറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഡോക്ടർ ആ സമയത്ത് നമ്മളോട് പറഞ്ഞു തരും. ഈ സമയത്ത് സാധാരണ ഒരു ബർത്ത് പാർട്ട്ണറെ, ഒരു ബർത്ത് കമ്പാനിയൻ എപ്പോഴും നല്ലതാണ്. ഒരു ബർത്ത് കമ്പാനിയൻ എന്ന് പറയുമ്പോൾ ആ ഡെലിവറിക്ക് നിങ്ങളുടെ കൂടെ അക്കമ്പനി ചെയ്യാവുന്ന, വീട്ടിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും നമ്മുടെ കൂടെ ഒരു ബർത്ത് കമ്പാനിയൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഡെലിവറി റേറ്റ്, നോർമൽ ഡെലിവറിയുടെ സാധ്യത സിസേറിയൻ ആകാതെ തന്നെ ഈ ബർത്ത് കമ്പാനിയൻ്റെ പ്രസൻസ് കൊണ്ട് ഡെലിവറി റേറ്റ് കൂട്ടാം എന്ന് റിസർച്ചസ് തെളിയിച്ചിട്ടുണ്ട്. ഈ ബർത്ത് കമ്പാനിയൻ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്താകാം, നിങ്ങളുടെ ഒരു റിലേറ്റീവ് ആകാം, ഹസ്ബൻഡാകാം, അങ്ങനെ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അവർക്ക് നിങ്ങളെ ഈ ഡെലിവറി പ്രോസസ്സിൽ നിങ്ങൾക്ക് വേണ്ട ഒരു മസാജിങ്ങിനും, നിങ്ങളുടെ കൈ ഒന്ന് ഹോൾഡ് ചെയ്യാനും, ആ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാനും, നിങ്ങളുടെ കാര്യങ്ങൾ ആ ഡോക്ടറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഈ ബർത്ത് കമ്പാനിയൻ്റെ റോള് വളരെ വലുതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബർത്ത് കമ്പാനിയനെ ചൂസ് ചെയ്യാം. ഇപ്പോൾ മിക്ക ഹോസ്പിറ്റലുകളിലും നിങ്ങളുടെ കൂടെ ഒരു ബർത്ത് കമ്പാനിയനെ നിർത്താനും ഡെലിവറി ടൈമിലും ഈ ബർത്ത് കമ്പാനിയനെ വേണമെങ്കിൽ, അത് നിങ്ങളുടെ ഹസ്ബൻഡോ റിലേറ്റീവ് ആരായാലും, അവരെ കയറ്റുവാനുമുള്ള പ്രൊവിഷൻസ് സാധാരണ ഹോസ്പിറ്റൽസ് ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ലേബർ സാധാരണ ആക്റ്റീവ് ഫേസ് ഓഫ് ലേബർ, നമ്മൾ നേരത്തെ പറഞ്ഞു ലേറ്റൻറ്റ് ഫേസ് ആകുമ്പോൾ പെയിൻ അല്പം ഇറഗുലർ ആവാം. അപ്പോൾ ആ പെയിൻ്റെ ഇൻറ്റൻസിറ്റിക്കൊക്കെ വേരി ചെയ്യാം. അപ്പം ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മിനിമം ഒരു 1 cm/h യൂഷ്വലി ഈ സർവിക്സ് ഡയലേറ്റ് ചെയ്യും. അവരുടെ ഒരു സർവിക്സിൻ്റെ ആ ഗർഭാശയ മുഖത്തിൻ്റെ ഡയലറ്റേഷൻ ഒരു 4 to 6 cm ഒക്കെ കഴിയുമ്പോഴാണ് നമ്മളതൊരു ആക്റ്റീവ് ഫേസ് ഓഫ് ലേബറിൽ ഈ ലേഡി എത്തിയെന്ന് പറയാറുള്ളൂ. അപ്പോൾ ഈ വളരെ അത്ഭുതകരമാണ്, വളരെ ക്ലോസ് ആയിട്ടുള്ള യൂട്രസിൻ്റെ നെക്ക് 10 cm വരെ ഈ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ മൂലം വികസിച്ച് ഈ കുഞ്ഞിനെ ഡെലിവറിയാക്കാനുള്ള ആ പ്രോസസ്സിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ 10 cm ഒക്കെ വികസിച്ച് വരുമ്പോഴേക്ക് അമ്മയ്ക്ക് തന്നെ താഴേക്ക് പുഷ് ചെയ്യാനുള്ള ആ സെൻസേഷൻ വരും. സാധാരണ വജൈനൽ എക്സാമിനേഷൻ എവരി 4 to 4 hours മിനിമം ഡോക്ടർ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ആ പ്രോഗ്രസ് തീർച്ചയായിട്ടും അസസ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റേജ് 1 ഓഫ് ലേബർ സാധാരണ വേരി ചെയ്യാം, 8 മുതൽ 18 മണിക്കൂർ വരെ അത് വേരി ചെയ്യാം. ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഈ ഡ്യൂറേഷൻ കൂടുതലാവാം, പക്ഷേ രണ്ടാമത്തെ പ്രഗ്നൻസി, മൂന്നാമത്തെയൊക്കെ ആകുമ്പോൾ ഈ സ്റ്റേജ് 1 ഒക്കെ വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ ഇതാണ് സാധാരണ ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ. ഈ ട്രൂ ലേബർ പെയിൻ എന്താണെന്നും ഈ സാധാരണ ഇനീഷ്യലായിട്ടുള്ള ആ സ്റ്റേജ് 1 സംഭവിക്കുന്ന സാധാരണ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു കാര്യം കൂടി ഉള്ളത്, സാധാരണഗതിയിൽ നമ്മൾ ഈ ഫ്ലൂയിഡൊക്കെ ഇൻടേക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ എനർജി വേണം ഡെലിവറി എന്നുള്ള പ്രോസസ്സിന്. അപ്പം അതിനുവേണ്ടി നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും ജ്യൂസ് അങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ കുടിക്കാൻ പറയും. പ്രത്യേകിച്ച് പ്രീവിയസ് ആയിട്ട് സിസേറിയനൊക്കെ ഉള്ളവരാണെങ്കിൽ വേദന തുടങ്ങിയാൽ ഒരിക്കലും ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വരരുത്. അല്ലാത്തവർക്ക്, ലോ റിസ്ക് ആയിട്ടുള്ളവർക്ക്, വേറെ പ്രോബ്ലംസ് ഒന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്തവർ, ബർത്ത് പ്ലാനിൽ വജൈനൽ ഡെലിവറി തന്നെ ആയിട്ടുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൂയിഡ് കുടിക്കാം. നമ്മൾ ലേബറിലുള്ളവർക്കും മിനിമം
വെള്ളം ഒരു 250 ml, അതായത് ഒരു ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളം മിനിമം ഒരു എല്ലാ മണിക്കൂറിലും കുടിക്കേണ്ടതാണ്. അപ്പോൾ അത് നമ്മളുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ വേദന കുറയാനായിട്ടുള്ള ആ പ്ലാനും, ലേബർ പെയിൻ കുറയാനുള്ള എപ്പിഡ്യൂറൽ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ എൻഡനോക്സ് പോലുള്ള ഗ്യാസുകൾ, അങ്ങനെ പല ഫെസിലിറ്റികളും ഈ ലേബർ പെയിൻ കുറയ്ക്കാനും അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെലിവറി, ഈ പ്രോസസ്സ് വളരെ സന്തോഷകരമായിട്ട്, ആസ്വാദ്യകരമായിട്ട് എൻജോയ് ചെയ്യാനായിട്ടും സാധിക്കും. നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ഫ്രൈഡേ കാണാം. നന്ദി, നമസ്കാരം.